റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് അൽഹംദുലില്ലാഹ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയും നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത ദിനരാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ബോധപൂർവം ചിന്തിച്ചും പ്ലാൻ ചെയ്തും ഇനിയുള്ള നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായമായ സൂറത്ത് അൻആമിൽ 94-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു രംഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മർറ. നിങ്ങളെ നാം ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ചതുപോലെ തന്നെ നിങ്ങളിതാ നമ്മുടെ അടുക്കൽ ഒറ്റപ്പെട്ടവരായി വന്നെത്തിയിരിക്കുന്നു. പരലോകത്തേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് നാം ഓരോരുത്തരും തിരിച്ചു ചെല്ലുന്ന, നഗ്നരായി തിരിച്ചു ചെല്ലുന്ന ആ രംഗം. അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒറ്റക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അങ്ങനെയാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്, അതേപോലെ നിങ്ങളിതാ ഒറ്റക്കൊറ്റക്കായി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ആദ്യം നാം പിറന്നു വീണതും ഇപ്പോൾ ഒറ്റക്ക് റബ്ബിന്റെ അടുത്തേക്ക് പോകുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതും റബ്ബ് പറഞ്ഞു, വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരിക്കും. നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നതെല്ലാം നിങ്ങളുടെ പിന്നിൽ വിട്ടേച്ചു പോന്നിരിക്കുന്നു. ഒരു കുഞ്ഞായി ജനിച്ചതിന് ശേഷം വീണ്ടും ഒറ്റക്കാണ് റബ്ബിന്റെ അടുത്തേക്ക് എത്തിയത്. പക്ഷെ അതിന്റെ പിന്നിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. സുഖ സൗകര്യങ്ങൾ, സമ്പത്തായും അല്ലാതെയുമൊക്കെ ഒട്ടേറെ കഴിവുകൾ, വലിയ സ്വാതന്ത്ര്യം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിങ്ങൾ വിട്ടു. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആദ്യമായി നിങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചു വീണോ ആ രൂപത്തിൽ നിങ്ങളിതാ വീണ്ടും നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. വമാ നറാ മഅകും ശുഫആഅകും അല്ലദീ സഅംതും അന്നഹും ഫീഹി ശുറകാഉ. അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹു പറയാണ്, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് നിങ്ങൾ ജൽപ്പിച്ച നിങ്ങളുടെ ആ ശുപാർശകരെ നിങ്ങളോടൊപ്പം കാണുന്നില്ല. എന്നെ രക്ഷിക്കാൻ അവിടെ ഇന്ന അമ്പിയാക്കളിൽപ്പെട്ട ഇന്ന ആളുണ്ടാകും, ഔലിയാക്കളിൽപ്പെട്ട ഇന്ന ആളുണ്ടാകും എന്നൊക്കെ നിങ്ങളെ ശുപാർശ ചെയ്യുന്ന, നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ വിചാരിച്ച ആ ശുപാർശകരെ നിങ്ങളോടൊപ്പം കാണുന്നില്ല. എന്താ കാര്യം? അവരും ഇതേപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് ഒറ്റക്കൊറ്റക്ക് വരുന്ന രംഗമാണത്. അപ്പോൾ ഒരാളെ സഹായിക്കാൻ മറ്റൊരാൾ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മാത്രവുമല്ല, നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യത്തെ നിങ്ങൾ ലംഘിച്ചു. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ശുപാർശ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് പലരെയും അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് നിങ്ങൾ പങ്കുവച്ചു. അവരെ ഒന്നും നിങ്ങളോടൊപ്പം കാണാനില്ല. മാത്രല്ല, അവരും നിങ്ങളും തമ്മിൽ ഉള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു. വളല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ. നിങ്ങൾ ജൽപ്പിച്ചിരുന്നതെല്ലാം നിങ്ങളെ വിട്ടുപോവുകയും ചെയ്തിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു രംഗമാണിത്. ഈ രംഗം രക്ഷപ്പെടുന്ന അവസ്ഥയിലാവുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാണ് നോമ്പ്, അതിനാണ് സർവ്വ ഇബാദത്തുകളും നാം ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ റബ്ബിന്റെ മുമ്പിൽ ഒറ്റക്ക് പോകുമ്പോൾ അവിടെ സുരക്ഷിതത്വം ലഭിക്കാൻ നമ്മുടെ മുമ്പിലുള്ള തടസ്സം എന്താ? നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് മരിച്ചാൽ എനിക്ക് പടച്ചോന്റെ അടുത്തേക്ക് സുരക്ഷിതമായി പോകുന്നതിനുള്ള തടസ്സം എന്താ? ഒരു സംശയവും വേണ്ട, ആ തടസ്സം നമ്മുടെ പാപങ്ങളാണ്.
നമ്മുടെ തെറ്റുകളാണ്, കുറ്റങ്ങളാണ്. ഇതാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പടച്ചവനെ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ എന്നതാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അധ്യായത്തിൽ, അഥവാ 6-ാം അധ്യായത്തിൽ സൂറത്ത് അൻആമിൽ പഠിപ്പിക്കുന്നു, റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ. റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യത്തെ അവന്റെ മേൽ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. ലോകത്തിനുള്ള ഒരു സന്തോഷ വാർത്തയാണിത്. പാപങ്ങളിൽ മുങ്ങിക്കുളിച്ചവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യം എന്നത് പടച്ചോന്റെ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. അത് വലിയ ആശ്വാസമാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് പറഞ്ഞതിന് ശേഷം 6:54 പറയുകയാണ്, അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ. ജഹാലത്തിൽ, അജ്ഞതയിൽ ആരെങ്കിലും തെറ്റുകൾ, ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തു പോയ വ്യക്തികൾ എന്ത് ചെയ്തു? സുമ്മ താബ മിൻ ബഅദിഹി, അതിനുശേഷം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, തൗബ ചെയ്തു. വഅസ്ലഹ, തൗബ ചെയ്യുക മാത്രമല്ല, നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തു. ജീവിതത്തിലെ നിലപാട് തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയ നിലപാടിൽ അള്ളാഹുവോട് തൗബ ചെയ്തു മാത്രമല്ല, വഅസ്ലഹ, എന്നിട്ട് അവന്റെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഫഅന്നഹു ഗഫൂറുർ റഹീം. അങ്ങനെയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായി കാണാം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ് എന്നത്. മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒട്ടേറെ 99ഓളം വരുന്ന വിശേഷണങ്ങളിൽ ഒരു വിശേഷണമാണ് അഫുവ്. അഫുവ്, മാപ്പ് നൽകുന്നവൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവൻ, അഥവാ പാപങ്ങൾ മായ്ച്ചു കളയുക, പാപങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ്. ഈ അഫുവിനെ കുറിച്ച് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ അതിന് തഫ്സീർ നൽകിയത് കാണാം. മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോയാൽ ആ നടന്നു പോകുന്ന കാൽപ്പാടുകൾ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. ശരിക്കും ആ കാൽപ്പാടുകൾ കാണും. എന്നാൽ അതേ മരുഭൂമിയിലേക്ക് അല്പം കഴിഞ്ഞ് ശക്തമായ കാറ്റ് വന്നാൽ ആ കാൽപാദങ്ങൾ കാണില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ നടന്നു പോയിട്ടേയില്ല എന്ന രൂപത്തിലേക്ക് ആ മരുഭൂമി മാറും. ഇതാണ് ഈ വിശേഷണത്തിന്റെ പ്രത്യേകത. അഥവാ നമ്മൾ ചെയ്ത പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി എടുത്തു പറഞ്ഞ് ആ അഫുവ് എന്ന് പറഞ്ഞ വിശേഷണം നമ്മുടെ മേൽ അള്ളാഹു പ്രാവർത്തികമാക്കിയാൽ പിന്നെ നമ്മൾ ആരെപ്പോലെയായി? പാപങ്ങൾ ചെയ്തിട്ടേയില്ല എന്ന രൂപത്തിലേക്ക് ആ വ്യക്തികൾ മാറും. അതാണ് അവസാനത്തെ പത്തിലെ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ മായ്ച്ചു കളയുന്നവനാണ്, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നീ, അതിനാൽ എന്നോട് മാപ്പാക്കേണമേ. ഈ പ്രാർത്ഥന എണ്ണം വെക്കാതെ എത്രയും നമുക്ക് ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, ആകയാൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ? അവന്റെ സൃഷ്ടികളോട് പടച്ചവൻ ചോദിക്കുകയാണ്, എന്താ ഹാല്? അഫലാ യതൂബൂൻ, തൗബ ചെയ്യുന്നില്ലേ? ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. വയസ്തഗ്ഫിറൂന, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ലേ? എന്താ ഈ കാത്തിരിക്കുന്നത്? അഫലാ യതൂബൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുന്നില്ലേ? വയസ്തഗ്ഫിറൂനഹു, അവനോട് നിങ്ങൾ പാപമോചനം തേടുന്നില്ലയോ? വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായത്തിലെ 74-ാമത്തെ ആയത്തിൽ നമ്മോട് ചോദിക്കുന്നു. 3-ാം അധ്യായത്തിലെ 133-ാമത്തെ ആയത്തിൽ കാണാം, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള് വഇദ്ദത്ത് ലിൽ മുത്തഖീൻ.
അള്ളാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുവീൻ. നിങ്ങൾ കാത്തു നിൽക്കല്ല, നിങ്ങൾ ഉറക്കമൊഴിച്ചും അമലുകൾ ചെയ്തും ബോധപൂർവം അള്ളാഹുവിലേക്ക് ധൃതിപ്പെടും. ഈ പാപമോചനം കിട്ടിയാൽ അടുത്തത് എന്താ? ജന്നത്താണ്. സ്വർഗത്തിന്റെ തടസ്സമായിട്ടാണ് പാപങ്ങൾ ഉള്ളത്. ആ പാപം മായ്ച്ചു കഴിഞ്ഞാൽ വജന്ന, പിന്നെ നിങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ എന്തേ ധൃതിപ്പെടുന്നില്ല? ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം. സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ച ആ സ്വർഗം. മറ്റൊരു സൂറത്തിൽ കാണാം, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി അടുക്കുവീൻ. വല്ലാത്തൊരു പദപ്രയോഗം. നിങ്ങൾ മുട്ടിലഴിഞ്ഞിട്ടും നടന്നിട്ടും അല്ല, ഓടിയടുക്കുവീൻ. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിയടുക്കുവീൻ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? പാപങ്ങൾ പൊറുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, തൗബ എന്നത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നരകം നമുക്ക് നിശ്ചയിക്കുന്നതിൽ ഒരനീതിയും ഇല്ല. റമളാൻ തന്നു, ഒറ്റയിട്ട രാവുകൾ തന്നു, നോമ്പ് നോൽക്കാൻ അവസരം തന്നു, പള്ളി ഉണ്ടാക്കി തന്നു, പള്ളിയിൽ പോകാനുള്ള അവിടെ ഏസിയും വെച്ച് തന്നു, എല്ലാ സൗകര്യം ചെയ്തു. എന്നിട്ടോ പാപങ്ങളിൽ നിന്ന് മടങ്ങിയില്ല. പിന്നെ ഒരു വ്യക്തിയെ നരകത്തിലിടുന്നതിൽ എന്ത് അനീതിയാണുള്ളത്? വേറെ കുറെ മനുഷ്യന്മാർ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി പാപങ്ങളൊക്കെ ഒഴിവാക്കി നിലപാടൊക്കെ നന്നാക്കി മുന്നോട്ട് പോകുന്നു. വേറെ ചില ആളുകൾ എന്ത് തൗബ, പിന്നെ നോമ്പിനൊക്കെ അങ്ങനെയൊക്കെ തന്നെ പള്ളിയിലൊക്കെ ഒന്ന് വരണ്ടേ. ഇത് രണ്ടും എങ്ങനെ സമമാകും? അതുകൊണ്ട് നമുക്കുള്ള വമ്പിച്ച പരീക്ഷണമാണ് ഈ ദിവസങ്ങൾ. അതുകൊണ്ട് നമ്മളോട് ചോദിക്കണം, ജീവിതത്തിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ? തിരുത്തിയേ പറ്റൂ. മദ്യവുമായി ബന്ധപ്പെട്ട, ലഹരിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തിന്മയിൽ നീ ഇപ്പോഴുണ്ടോ? മദ്യപിക്കുന്ന സ്വഭാവമുണ്ടോ? നിർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിർത്തണം. ആര് നിർത്തണം? നാം ഓരോരുത്തരും നിർത്തണം. ആർക്ക് വേണ്ടി നിർത്തണം? നമുക്ക് വേണ്ടി നിർത്തണം. ഭാര്യയ്ക്ക് വേണ്ടിയല്ല, നാട്ടുകാർക്ക് വേണ്ടി. അതൊക്കെ പിന്നീട് വരും, അവർക്കൊക്കെ അതിന്റെ ഗുണം കിട്ടും. പക്ഷേ അടിസ്ഥാനപരമായി എന്തുകൊണ്ട് ലഹരിയുടെ എല്ലാ അവസ്ഥയിൽ നിന്നും ഒരു വ്യക്തി എന്തിനു മാറി നിൽക്കണം? അതിന്റെ ഉത്തരം അവനവന് വേണ്ടി എന്നതാണ്. നല്ല മരണം കിട്ടാൻ എന്നതാണ്. പരലോകം സുരക്ഷിതമാകാൻ എന്നതാണ്. അപ്പോൾ അതേപോലെ ലൈംഗിക രംഗത്തുള്ള അബദ്ധങ്ങളിൽ ഇപ്പോൾ നമ്മൾ വ്യാപൃതരാണോ? ആരെങ്കിലും വ്യഭിചാരമോ സ്വവർഗരതിയോ ഫോൺ അഡിക്ഷനോ വൃത്തികേടുകളോ ആയി നമുക്ക് മറ്റുള്ളവർ കണ്ടാൽ, മറ്റുള്ളവർ കേട്ടാൽ നമ്മൾ വിളറിപ്പോകുന്ന ഏതെങ്കിലും ലൈംഗികമായ തിന്മകളിൽ നമ്മൾ ഇപ്പോഴുണ്ടോ? ചോദിക്കുന്നത് ഓരോരുത്തരോടുമാണ്. മടങ്ങുന്നില്ലെങ്കിൽ അഫലാ യതൂബൂന ഇലല്ലാഹ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാത്തത്? വയസ്തഗ്ഫിറൂനഹു, നിങ്ങൾ എന്തുകൊണ്ടാണ് അവനോട് പശ്ചാത്തപിക്കാത്തത്? കുറച്ചൊരു ചോദ്യമാണ്. അതിന് യഥാവിധി ഉത്തരം നൽകുന്നവരായി നമുക്ക് മാറാൻ പറ്റണം. മാത്രമല്ല, പാപങ്ങൾ പൊറുക്കുക എന്ന് അള്ളാഹുവിന് ഇഷ്ടമാണ്. പടച്ചോനങ്ങ് എന്നാ പിന്നെ പൊറുത്തരാന്നല്ല. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ഒരടിമ പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി, ഈ പൊറുത്തിറണേ. ഒരുപക്ഷെ നമ്മളെടുത്ത് ഒരാളെ അബദ്ധം പറ്റി, വണ്ടിയെന്ന് അവനെ അബദ്ധത്തിൽ നമ്മുടെ ശരീരം തൊട്ട് ഒന്നും വേറെ ഒന്നും പറ്റിയിട്ടില്ല, അപ്പൊ നമ്മൾ വലിയ അഹംഭാവത്തിലും സാരല്ല, അങ്ങനെയല്ല. മറിച്ച് ഒരടിമ റബ്ബിന്റെ അടുത്തേക്ക് കൈനീട്ടല്ലേ, അത് തട്ടിക്കളയുന്ന അള്ളാഹ്ക്ക് ലജ്ജയാണെന്നാണ്. പടച്ചോനോടൊരു അടിമ പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കൽ അള്ളാഹുവിന്റെ മാന്യതയാണ്. അത് തട്ടിക്കളയിൽ അള്ളാഹുവിന് ലജ്ജയുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട്. ആ റബ്ബ് ഗഫൂർ എന്ന വിശേഷണം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്നതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, പാപങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തി നേടണം. മാത്രമല്ല വഅസ്ലഹ, വളരെ പ്രധാനമാണ്. പാപങ്ങളെ കുറിച്ച് പറഞ്ഞ് പശ്ചാത്താപത്തെ കുറിച്ച് പറഞ്ഞ ഉടൻ എന്താ, ഈ പാപമൊക്കെ ചെയ്ത സമയം എന്താ ചെയ്യുക? മദ്യപിക്കാൻ പോയ സമയം
അതിന് ചെലവഴിച്ച പണം, ലഹരിക്ക് ഉപയോഗിച്ച പണം, വ്യഭിചാരത്തിന് ഉപയോഗിച്ച പണം, വൃത്തികേടുകൾക്ക് ഉപയോഗിച്ച പണം, അതിനുപയോഗിച്ച അതൊക്കെ ഫൈൻ അടക്കുക. പറ്റിപ്പോയി, കുറെ തെറ്റി നടന്നിട്ടുണ്ട്. ഇനി ഇബ്ലീസിനെ കാണിച്ചു കൊടുക്കുക. പള്ളിയിൽ സമയത്തെത്താൻ തുടങ്ങി, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിലെത്തി, നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ തുടങ്ങി. ഉമ്മയുടെ സ്വന്തം മോനായി, ഉപ്പയുടെ സ്വന്തം മോനായി, ഉമ്മയുടെ മരിച്ചുപോയവരുടെ ഖബറിന്റെ അടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. എന്നിട്ട് ആ വ്യക്തികൾ നിലപാട് നന്നാക്കുകയും ചെയ്താൽ അപ്പൊ നിങ്ങൾക്ക് പടച്ചോനെ കാണാം, ഗഫൂറുർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായിക്കൊണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കുക, നരകത്തിലേക്ക് പോകാനുള്ള ഏത് റൂട്ടിലാണ് ഇപ്പോൾ ഈ ജുമുഅക്ക് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഏത് തെറ്റിലാണ് ഇപ്പോഴുള്ളത്? തെറ്റുകളിൽ നിന്ന് മാറാൻ തീരുമാനിച്ചാൽ ആ സാഹചര്യവും മാറണം. നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാകും. ലഹരിയിൽ നിന്ന് തൗബ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ലഹരിയുടെ സാഹചര്യം കൂട്ടുകെട്ടാണോ? ബ്രേക്ക്. ആ കൂട്ടുകെട്ട് നമുക്ക് വേണ്ട. തീരുമാനമെടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, നിത്യസ്വർഗത്തെക്കുറിച്ച്, നിത്യവിനോദത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കൂട്ടുകാരല്ലേ നമുക്ക് വേണ്ടത്? എടാ, വാങ്കൊടുത്ത് ജമാഅത്തിന് പള്ളിയിൽ പോവല്ലേ, പലിശ തൊടാൻ പോണ്ട, ഭയങ്കര ബുദ്ധിമുട്ടായി, ഇപ്പൊ സുഖം തോന്നും എന്ന് ബൈക്കിന്റെ പിന്നിലിരുന്ന് നമ്മ ഉപദേശിക്കുന്ന സുഹൃത്തല്ലേ നമുക്ക് ആവശ്യം? അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറുമ്പോൾ തെറ്റുകളിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെ ബ്രേക്ക് ചെയ്യണം, അത് തകർത്ത് കളയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെയായാൽ വജന്ന, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ജീവിതത്തിൽ സഹോദരങ്ങളെ, സ്വർഗം എന്നത് ഓരോ വ്യക്തിയുടെയും തേട്ടമാണ്. അതേത് രംഗത്താണെങ്കിൽ, നോമ്പ് തുറക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രൂട്ട്സ്, കുറച്ചുകൂടി നല്ലതായിരുന്നെങ്കിൽ, ലൈംഗിക രംഗത്ത് ഇത്ര പോരാ, ഇങ്ങനെ എല്ലാറ്റിനും ഒരു അപൂർണത ഈ ലോകത്തുണ്ട്. അതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത. ഈ ലോകം അപൂർണമാണ് അല്ലാഹു തന്നെ പറയണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എന്റെ സ്വർഗത്തിലേക്ക് വരുവീൻ. അപ്പൊ സ്വർഗത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിന്റെയും പൂർണ്ണതയാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗമാണ് പാപമോചനത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കാനുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരന്മാരെ, പാപമോചനത്തിന്റെ ഈ ദിനരാത്രങ്ങളിൽ നമ്മുടെ മനസ്സ് നമ്മോട് പറയും, തീരാറായല്ലോ, അവസാനത്തെ 10 എന്ന് ഖുർആൻ ഓതി തീർക്കാത്തവർക്ക്, വേണ്ടത്ര ജമാഅത്ത് നമസ്കാരങ്ങളിൽ ശ്രദ്ധിക്കാത്തവർക്ക് ഒരു നിരാശ പടരുന്ന സമയമാണിത്. ഒരിക്കലും പാടില്ല. നോമ്പ് കഴിഞ്ഞിട്ടില്ല. ഇനിയുമുണ്ട് 6 നോമ്പുകൾ. 144 മണിക്കൂറുകൾ ഇനിയുമുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർക്കാനുള്ള സമയം ഇനിയുമുണ്ട്, വേണമെങ്കിൽ 1-ലധികം തവണ. അതുകൊണ്ട് പോസിറ്റീവായി ചിന്തിക്കുക. മാത്രമല്ല, ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലാണെന്നും ഒക്കെ ഹദീസുണ്ട്. മറ്റൊരു ഹദീസുണ്ട്, ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ 25, 27, 29 രാവുകൾ പ്രതീക്ഷിക്കുക. അത് 3 ബാക്കിയുണ്ട്. അതുകൊണ്ട് നിരാശ മാറ്റിവെച്ച് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പറ്റിപ്പോയ നഷ്ടങ്ങളെ തിരുത്താൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. പള്ളികൾ തന്നെ കേന്ദ്രം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്ന കാര്യം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു. ആ ഇഅ്തികാഫ് ഭാഗികമായും പറ്റും. ഒരാൾക്ക് ഒരു രാത്രി മാത്രം ഇഅ്തികാഫ് ഇരിക്കാം. ആ വ്യക്തി മഗ്രിബോടുകൂടി പള്ളിയിലെത്തണം, സുബഹി വരെ.
മഗ്‌രിബോടുകൂടി. അല്ലാതെ എല്ലാം കഴിഞ്ഞ് തറാവീഹും കഴിഞ്ഞ് അവസാനം 11 മണിക്ക് പള്ളിയിൽ വരുന്നാൽ കൂലി കിട്ടും, പള്ളിയിൽ ഇന്നലെ കൂലി കിട്ടും. പക്ഷേ ഇഅ്തികാഫ് എന്നിടത്തേക്ക് ഒരു രാത്രി മുഴുവൻ കിട്ടണമെങ്കിൽ ആ രാത്രിയുടെ തുടക്കമായ മഗ്‌രിബോടുകൂടി. ഒരാൾ വിചാരിക്കും 25-ാം രാവിനും 27-ാം രാവിനും 29-ാം രാവിനും എനിക്ക് എന്തായാലും പള്ളിയിൽ പോകണം, ഇഅ്തികാഫ് ഇരിക്കണം, ആ രാത്രി എനിക്ക് കിട്ടണം. കാരണം ഇത് മൂന്നും ലൈലത്തുൽ ഖദറിന് സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നോമ്പ് തുറക്കാൻ പള്ളിയിലേക്ക് എത്തുക എന്നതാണ്. അതുകൊണ്ട് ആ നിലക്ക് നമ്മുടെയൊക്കെ സൗകര്യം അനുസരിച്ചുകൊണ്ട് രാത്രികളിൽ പ്രത്യേകിച്ച് പള്ളികളിൽ കഴിഞ്ഞുകൂടാൻ. ഇനിയുള്ള ദിവസം മൊത്തം പള്ളിയിൽ നിൽക്കാൻ പറ്റുമോ? അവർക്ക് അങ്ങനെയും നിൽക്കാം. സമയം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ നിയ്യത്ത് വെച്ചാൽ മതി എന്ന് മാത്രം. അതോടൊപ്പം ഈ അവസാനത്തെ 10-ൽ ചില പുത്തൻ വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തും അവസാനത്തെ 10-ൽ എവിടെയായിരുന്നു? ലോകത്താരോട് ചോദിച്ചാലും ഒരു ഉത്തരമേ ഉള്ളൂ, മദീന പള്ളിയിലായിരുന്നു. ആയിരുന്നു മാത്രമല്ല, ഒരു തമ്മിലൊരു ബന്ധവുമില്ല. ജമാഅത്ത് നിസ്കാരത്തിൽ വരുമ്പോൾ കാണും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കാണുന്നല്ല, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാബു തൗബ, മദീനയിൽ പോയവർക്കറിയാം, പോകാത്തവർക്ക് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബാബു തൗബയുടെ അടുത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരുന്നത്. ആരും അങ്ങോട്ട് പോവില്ല. റസൂലുള്ളാഹി പടച്ചോനുമായി സംസാരിക്കുന്ന ഇഅ്തികാഫിലാണ്. ജമാഅത്തിന് വരുമ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടോ ചോദിക്കും, അത്രമാത്രം. വീണ്ടും റസൂലുള്ളാഹി അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോ സഹാബത്തും ഓരോ സ്ഥലത്ത് മാറി മാറിയിരുന്ന് അവരുടെ ഇബാദത്തുകളിലായിരുന്നു. അപ്പോ അവസാനത്തെ 10-ൽ എന്ത് ചെയ്യണം? ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവിടുത്തെ സഹാബത്ത് എന്ത് ചെയ്തു. നമ്മുടെ നാട്ടിലെ പുത്തൻ വാദം എന്ന് പറയുന്നത്, അന്ന് ജനങ്ങൾ ഒറ്റക്കൊറ്റക്ക് പടച്ചോനുമായി ഒറ്റക്കാകുന്നതിന് പകരം ഞങ്ങൾ അന്ന് കൂട്ടം കൂടും, ഞങ്ങൾ അന്ന് സമ്മേളനം ഉണ്ടാക്കും, ഞങ്ങൾ അന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് വണ്ടി കയറും, എന്നിട്ട് സ്വലാത്ത് നഗറിൽ പോകും. അപ്പൊ ഇതൊരു പുത്തൻ വാദമാണ് സഹോദരങ്ങൾ. ഇത് എവിടുന്ന് കിട്ടി? അതിന്റെ ഒക്കെ ഒരു ചരിത്രം എടുത്താൽ ഇത്ര വർഷമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് വ്യക്തമായി കാണും. മദീന പള്ളിന്റെ പുറത്തേക്ക് ഒരൊറ്റ ആഹ്വാനം റസൂലുള്ളാഹി കൊടുത്താൽ കോടിക്കണക്കിന് വിശ്വാസികൾ വരില്ലേ? മദീനയിലേക്ക് വരില്ലേ? 27-ാം രാവിനങ്ങൾ വരൂ, 29-ാം വരും. പക്ഷെ റസൂലുള്ളാഹി വിളിച്ചില്ല. കാരണം അള്ളാന്റെ വഹി എന്താ? റസൂലിനോട് ഒറ്റക്കായിക്കോളും. ബാക്കി 300-ൽ പരം ദിവസവും ഈ ജനങ്ങളുമായിട്ടാക്കി പടച്ചോനെ ഒറ്റക്കാക്കും. അപ്പൊ പടച്ചോനുമായി ഒറ്റക്കാകാൻ പറയുമ്പോൾ ഞങ്ങൾ സമ്മേളനം നടത്തും എന്നത് പുത്തൻ വാദമാണ്. വേറെ ചില ആളുകൾ തറാവീഹ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 27-ാം തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ ജീപ്പ് കയറി, വണ്ടി കയറി, കബറോട് കബർ എല്ലാ ജാറത്തിലും പോവാ. സഹോദരങ്ങളെ, അതെന്തിനാ അങ്ങനെ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ ഇത്തികാഫ് ഇരുന്നത്? മദീന പള്ളിയിലല്ലേ? തൊട്ടപ്പുറത്താര കിടക്കുന്നത്? അവിടുത്തെ ഭാര്യമാരും അതേപോലെ തന്നെ അവിടുത്തെ പൊന്ന് സഹാബിമാരും ഇല്ലേ ആ ഖബർസ്ഥാനിൽ? റസൂലുള്ളാഹി ആ ഖബർസ്ഥാനിലേക്ക് പോയോ 27-ാം രാവിലെ? ഇല്ല, അവരോട് ഇഷ്ടമല്ല. നബി അവിടെ പോവാറുണ്ട്, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതിനുള്ള സമയമല്ല. ഇത് ഇഅ്തികാഫിന്റെ സമയം. ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾക്കാർ അത്യാവശ്യത്തിനെ പുറത്തു പോകാൻ പറ്റുള്ളൂ. ആ വ്യക്തിക്ക് രോഗം വന്നു, ഒരു മരണം സംഭവിച്ചു തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പറ്റൂ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഖബറുകൾ തോറും കയറുക. മാത്രമല്ല, ഖബർ സിയാറത്ത് അല്ല പല സ്ഥലത്ത് നടക്കുന്നത്. ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചതാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാനും. പല സ്ഥലത്തും സംഭവിക്കുന്നത് അതല്ല, മറിച്ച് കബറാളിയോട് തേടുക. കെട്ടിപ്പൊന്തിച്ച ജാറത്തിന്റെ അടുത്ത് പച്ച വിരിച്ച സ്ഥലത്ത് പുഴുക്കളെ പോലെ അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് റബ്ബിലേക്ക് അടുക്കേണ്ട സമയം സൃഷ്ടികളെ തേടിപ്പോയി സൃഷ്ടികളോട് അടുക്കുന്നു. പടച്ചോന്റെ അദാബ് പേടിക്കട്ടെ നമ്മൾ. നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കൂന്ന് ഇസ്ലാം പറയുമ്പോ ഞങ്ങൾ അള്ളാഹുവായിട്ടല്ല ഒറ്റക്കാകുന്നത്, ഞങ്ങൾ സൃഷ്ടികളുമായി, മരിച്ചു കിടക്കുന്ന സൃഷ്ടികളുമായി ഞങ്ങൾ ഒറ്റക്കാകുന്നു. അതിഗുരുതരമായ തെറ്റാണ് സഹോദരി സഹോദരന്മാരെ. അത് മാത്രല്ല, വേറെ ചില പരിപാടി എന്താന്ന് ചോദിച്ചാൽ 27-ാമനൊക്കെ പരമാവധി മധുരം ഉണ്ടാക്കുക, അടിച്ച് കയറ്റുക. അപ്പൊ പിന്നെ ഉറക്കം കിട്ടല്ലോ, ഇബ്ലീസിന് എന്തൊരു സന്തോഷം. അന്ന് ആ ചീർന്നുണ്ടാക്കുന്ന സമയം സുബ്ഹാനല്ലാഹ് പറയേണ്ട സമയല്ലേ? അന്ന് മധുരം ഉണ്ടാക്കാൻ ഹറാമാണ് നല്ല പറയുന്നത്. മറിച്ച് ആ ദിവസം ഒരു നിമിഷം കിട്ടിയാൽ, പ്രത്യേകിച്ച് ഒറ്റയിട്ടരാ ഒരു നിമിഷം കിട്ടിയാൽ, അല്പം വിശന്നാലും എനിക്ക് ഉറക്ക് വരാതിരിക്കാൻ ഞാനിതാ പട്ടിണി കിടക്കുന്നു, കുറച്ച് ഭക്ഷണം കഴിക്കാൻ ഉറങ്ങിപ്പോകുന്നു പേടിച്ചിട്ട്, അങ്ങനെ ശ്രദ്ധിക്കേണ്ട സമയത്ത്
ആഘോഷത്തിന്റെ ദിവസമാക്കി ചിലയിടങ്ങൾ. ഇതൊക്കെ സഹോദരങ്ങളെ, ഇതെന്തിനാ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനായി പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു അധികാരമില്ലേ? നമ്മുടെ തറവാട്ടിലും നമുക്ക് സ്വാധീനമുള്ളിടത്തും നമുക്ക് ശ്രദ്ധിച്ചുകൂടെ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ ദീനുമായിട്ട് ആരും നടക്കണ്ട. 27 രാവിന് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എന്റെ പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ആ റസൂലിനേക്കാൾ വലിയൊരു ദീന് ഇവിടെ ആരും കൊണ്ടുവരണ്ട. റസൂൽ ആൾക്കാർക്ക് ഒരു ഉഷാറ് വേണം. എല്ലാം ദിക്ർ ഉഷാറാക്കുക, സലാത്ത് ഉഷാറാക്കുക, 27 എന്ത് ഉഷാറാകുക. പരലോകത്ത് ഉഷാറാകണമെങ്കിൽ ഇസ്ലാം പറഞ്ഞതുപോലെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സകല പുത്തൻ വാദങ്ങളിൽ നിന്നും സഹോദരന്മാരെ, ബിദ്ഈ ആശയങ്ങൾ നമ്മെ നരകത്തിലേക്കാണ് അടുപ്പിക്കുക എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതോടൊപ്പം നോമ്പിലെത്ര ശ്രദ്ധിച്ചാലും മനുഷ്യന്മാരല്ലേ അബദ്ധം പറ്റും. പടച്ചോന്റെ ഒരു അനുഗ്രഹം നോക്കണേ. നോമ്പാകുന്ന ഇബാദത്തിൽ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ പരിഹരിക്കാനും പടച്ചോൻ ഒരേർപ്പാട് നമുക്ക് തോന്നും. അതാണ് ഫിത്ർ സക്കാത്ത്. എന്തിനാണ് ഫിത്ർ സക്കാത്ത് എന്ന് അറിയണം. ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം ഒരു നോമ്പുകാരന്റെ അടുത്ത് വന്നു പോയ അനാവശ്യ പ്രവർത്തനങ്ങളും ചെയ്തികളും അതിൽ നിന്ന് ശുദ്ധി നേടുക. നോമ്പ് നോറ്റിട്ടായി പോലെ പടച്ചോനെ ഞാൻ ആ വാക്ക് പറഞ്ഞത് അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. നോമ്പുകാരനാണെന്ന ബോധ്യമില്ലാതെ അതും പടച്ചോൻ പരിഗണിച്ചു. അതിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കലാണ് ഫിത്ർ സക്കാത്തിന്റെ ലക്ഷ്യം. പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം. ആ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. ഈ ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ അതിന്റെ അളവ് എത്രയാണ്? അതിന്റെ അളവ് ഒരു മുദ്ദ്, ഒരു സ്വാദിനെ നമ്മൾ കാണും. അത് 4 മുദ്ദ് എന്ന് വിശദീകരണം കാണാം. ഒരു മുതിർന്ന ഒരാള് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എടുക്കുമ്പോൾ 4 പ്രാവശ്യം എടുക്കുമ്പോൾ എത്ര കിട്ടും? ഇതൊക്കെയാണ്. അതിങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരു വർഷം നമുക്ക് 1,800 കിട്ടും, 2 കിലോ കിട്ടും, 2,200 കിട്ടും, 2.5 കിട്ടും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടക്ക് അഭിപ്രായ വ്യത്യാസത എത്രയാണ്. ഈജിപ്തികളെ കയ്യോലല്ല നമ്മളെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പല സ്ഥലത്തും പലത് കഴിക്കും. ഇപ്പൊ കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. 2 കിലോന്റെ മുകളിൽ കൊടുക്കാം, ഇനി ഒരാൾ 2 കൊടുത്താലും പ്രശ്നമില്ല. അങ്ങനെ പല അഭിപ്രായങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിരുന്നു. 2,200, 2 അങ്ങനെ പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറയും. അത് നമ്മൾ കൂടിയിരുന്ന് അതിനി നമുക്ക് തന്നെ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ അരി എടുത്തിട്ട് അത് തൂക്കി നോക്കി അപ്പൊ കിട്ടും എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഫിത്ർ സക്കാത്ത് ആ ദിവസം ജനിച്ച കുട്ടിക്ക് വരെ, നമ്മുടെ കീഴിലുള്ള വേലക്കാരിക്ക് വരെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ എന്ന വാക്കിന് ശേഷം സക്കാത്ത് എന്നാണ് ചേർത്തത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ചില ആളുകളെ ധാരണ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് വാങ്ങുകയും ചെയ്യാം. അല്ല, കൊടുക്കുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. പാവപ്പെട്ടവ ഉണ്ടാക്കി കൊടുക്കും. കാരണം അന്നത്തെ ആ പെരുന്നാൾ ദിവസത്തേത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പട്ടിണി അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മറ്റു സക്കാത്ത് പോലെയല്ല. കഴിയെങ്കിൽ അതുകൊണ്ട് കൊടുക്കുന്ന ആൾ ഒരു പക്ഷേ വാങ്ങേണ്ടി വരും. പക്ഷേ കൊടുക്കുന്ന എല്ലാവരും നമ്മളെ വീട്ടിൽ നിന്ന് വരെ അപ്പുറത്ത് കൊടുക്കുക, അപ്പുറത്ത് വരെ അപ്പുറത്ത് വരിക, ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു കളിയല്ല ഫിത്ർ സക്കാത്ത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഫിത്ർ സക്കാത്തിന്റെ അരി കൊണ്ടുപോകാം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ സക്കാത്തിന് അർഹരാണോ? അല്ലെങ്കിൽ അവരോട് തർക്കിക്കൊന്നും വേണ്ട, ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല, ആവശ്യങ്ങൾക്ക് കൊടുത്തു നല്ല നിലക്ക് മടക്കി എന്ന് തോന്നാത്ത നിലക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് അർഹരാണോ എങ്കിലേ നമ്മൾ വാങ്ങാവൂ. അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത്. കാരണം സക്കാത്താണ്, ഫിത്ർ സക്കാത്താണ്, ബാധ്യതയാണ്. ഇനി സംഘടിച്ചു കൊടുക്കുമ്പോൾ ആ സംഘാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ പള്ളിയിൽ മിക്കവാറും സ്ഥലത്തൊക്കെ ആൾക്കാരെ സൗകര്യത്തിൽ എല്ലാവരോടും പണം വാങ്ങി ഒന്നിച്ചരി വാങ്ങി കൊടുക്കും, നല്ലത് തന്നെ. അപ്പൊ സംഘാടകർ ശ്രദ്ധിക്കേണ്ടത് കൈകാര്യം ചെയ്യുന്നത് അരി വിതരണമല്ല, മറിച്ച് ഫിത്ർ സക്കാത്തിൻ്റെതാണ്. അതുകൊണ്ട് അർഹരെ കണ്ടെത്തിയിരിക്കണം. അർഹർക്ക് എത്തിക്കുക എന്നത് അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നവരുടെ വളരെ പ്രധാനപ്പെട്ട അമാനത്താണ്. ഇനി സഹോദരന്മാരെ, പെരുന്നാളിലേക്ക് നമ്മൾ വരുമ്പോൾ 28-ന് റമദാൻ 28-ന് 20 മിനിറ്റോളം ശരാശരി കേരളത്തിൽ ചന്ദ്രൻ ആകാശത്തുണ്ട്. അതുകൊണ്ട് മാസം കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാകും പെരുന്നാൾ. അന്ന് കണ്ടില്ലെങ്കിലോ, വല്ല മഴക്കാറോ മറ്റോ ഒന്ന് കണ്ടില്ലെങ്കിലോ 30 പൂർത്തിയാക്കിയിട്ട് ശനിയാഴ്ചയായിരിക്കും
ഇനി വരാൻ പോകുന്ന പെരുന്നാൾ. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു ജുമ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് നോൽക്കൽ ഹറാം. 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം പട്ടിണി കിടന്ന മനുഷ്യൻ പട്ടിണി കിടക്കാൻ പാടില്ലാത്ത ഒരു ദിവസം അഥവാ പെരുന്നാൾ അള്ളാഹു നിശ്ചയിച്ചു. ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ. അത് നമ്മൾ അൽഹംദുലില്ലാഹ് 20-ൽ പരം നമ്മൾ അനുഭവിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ആ നോമ്പ് നോൽക്കാൻ ആ സമയം കൊണ്ടാകുമ്പോ ആ ഈത്തപ്പഴെടുത്ത് വായിൽ വെക്കുമ്പോ ആ വെള്ളം കുടിക്കുമ്പോ ഒരു സന്തോഷം, അത് അള്ളാഹു പറഞ്ഞ റസൂൽ വിശദീകരിച്ച സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ചോദ്യം, രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുമോ എന്നതാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ സന്തോഷം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ? നോമ്പ് അല്ലാഹു സ്വീകരിച്ചു റിപ്പോർട്ട് വന്നു. നമ്മുടെ ജീവിതം അള്ളാഹു സ്വീകരിച്ചു, നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചു എന്ന റിപ്പോർട്ട് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ലിഖാ, പടച്ചവനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയെന്ന്. ആ രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടാനുള്ള മാർഗം 29 ദിവസം നോമ്പ് നോറ്റാൽ ഒരു ദിവസത്തെ പെരുന്നാൾ. ജീവിതം മുഴുവൻ നോമ്പ് നോക്കാൻ പാടില്ല. ജീവിതം മുഴുവൻ നോമ്പ് പോലെയാക്കിയാൽ നിത്യ പെരുന്നാൾ. ജീവിതം മുഴുവൻ നോമ്പ് നിൽക്കാൻ പാടില്ല, ഹറാം. എന്നാൽ പെരുന്നാൾ കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, കുടിക്കാൻ പറ്റും. ശരിയാ, നോമ്പ് കഴിഞ്ഞ് കുടിക്കാം. ഒരു സ്റ്റെക്ക്. ഇത് ഹറാമാണോ ഹലാലാണോ? സ്വന്തം വീട്ടിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പക്ഷെ നോമ്പിന്റെ പകലിൽ ഹറാം. സ്വന്തം ഭാര്യയെ, സ്വന്തം ഇണയെ പടച്ചവൻ നിഷിദ്ധമാക്കി എന്നതിന്റെ പേരിൽ മാറി നിന്നെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് പരസ്ത്രീകളുമായോ പരപുരുഷന്മാരുമായോ പാടില്ല. അപ്പോൾ നോമ്പിന്റെ നേടിയെടുത്ത ആ തത്വ ജീവിതം മുഴുവൻ പാലിച്ചാൽ നിത്യ പെരുന്നാൾ. നമ്മുടെ പെരുന്നാൾ മോരിയോടുകൂടി കഴിയും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ, പക്ഷെ അവസാനിക്കാത്ത പെരുന്നാൾ. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗങ്ങൾ, തോട്ടങ്ങൾ നാം അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നിത്യ പെരുന്നാളിനെ സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുക. പെരുന്നാൾ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തക്ബീർ, നമ്മുടെ വീടുകളിൽ നിന്ന് പുറപ്പെടുമ്പോ, ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോ നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മുസല്ല വരെ. ചെറിയ പെരുന്നാളിന്റെ പ്രത്യേകത മുസല്ല വരെ കഴിഞ്ഞു. വലിയ പെരുന്നാളിനാകുമ്പോ പിന്നെ 3 ദിവസം വീണ്ടും തക്ബീർ ചൊല്ലണം. മാത്രമല്ല ചെറിയ പെരുന്നാൾ ദിവസം, ഈദുൽ ഫിത്ർ ദിവസം ഭക്ഷണം കഴിച്ചിട്ടാണ്, ലഘുഭക്ഷണമെങ്കിലും കഴിച്ചിട്ടാണ് ഈദ്ഗാഹിൽ. അതൊരു സന്ദേശം. ഇന്നലെ വരെ നോമ്പായിരുന്നു, ഇന്ന് കുറച്ച് കഴിക്ക് രാവിലെ. ഇന്നലെ പടച്ചോൻ കഴിക്കരുത് എന്ന് പറഞ്ഞു, ഇന്ന് നിനക്ക് ഹലാലാണ്, കഴിച്ചു പോകൽ സുന്നത്ത്. ഉള്ളതിൽ പുതിയ വസ്ത്രം. കടമുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്, എന്നാലും പെരുന്നാളിൽ എന്തിനാ ഈ കടം വാങ്ങുന്നത്? എന്തിനാണ് കടം? ഒരു സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൽ വേണ്ടേ സഹോദരന്മാരെ? വീട്ടില് കുടുംബത്തിലൊരു പെരുന്നാൾ, പുതിയ ഡ്രസ്സ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്യാണം, പുതിയ ഡ്രസ്സ്. അതിൻ്റെ ഇടയ്ക്ക് പെരുന്നാൾ, പുതിയ ഡ്രസ്സ്. ഇതൊക്കെ കടങ്ങനെ കൂടാ ചില സഹോദരങ്ങൾ. എന്തിനാ അങ്ങനെ വാങ്ങുന്നത്? എന്തിനാണ് കടത്തിലേക്ക് പോകുന്നത്? പരലോകത്ത് ദുഃഖിച്ചിട്ട് ദുനിയാവിൽ എന്തിനാ ഈ സന്തോഷം? അതുകൊണ്ട് നല്ല സാമ്പത്തിക അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെന്ത് വേണം? നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഇണകൾ അറിയണം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ മക്കൾ അറിയണം. ഞാൻ മക്കളൊന്നും അറിയിക്കാറില്ല, ഒരു പറഞ്ഞതൊക്കെ ചെയ്തു കൊടുക്കല, നല്ല കാര്യമല്ല. മക്കളെ അറിയിച്ചാൽ ആ പിഞ്ചു ഹൃദയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ദുആ വരും. ആ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് മറച്ചു വെക്കുകയല്ല, എല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള കുടുംബ ജീവിതമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് പുതിയ ഡ്രസ്സ് ധരിക്കുക, പുരുഷന്മാർ സുഗന്ധദ്രവ്യങ്ങൾ പൂശുക. പിന്നെ പെരുന്നാൾ ആഘോഷമാണ്. ഈദ് എന്നാണ് അതിന്റെ അറബിയിൽ ആഘോഷിക്കുക. ചില ആൾക്കാർ പെരുന്നാളിൽ കിടന്നുറങ്ങുന്നേ, ഉറക്ക പെരുന്നാൾ. അതാ നമുക്ക് വേണ്ട. ഉറക്ക പെരുന്നാൾ അല്ല, ഉണങ്ങിയ പെരുന്നാളുമല്ല. പെരുന്നാൾ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരുമ്പോ, റസൂലുള്ള കടന്നു വരുമ്പോ കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടും.
അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ വരുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, അബൂബക്കറെ പാടില്ല, കുട്ടികളല്ലേ, പെരുന്നാളല്ലേ, പാടിക്കോട്ടെ. നോക്കൂ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലായ ആഘോഷങ്ങളെ അനുവദിച്ചു. അതുകൊണ്ട് ആഘോഷിക്കണം. എല്ലാവരും കൂടുക, കുട്ടികൾ പാട്ടൊക്കെ പാടുക, സമ്മാനം കൊടുക്കുക, ഏറ്റവും കൂടുതൽ നോമ്പിട്ടവർക്ക് ഒരു സമ്മാനം, നമ്മളൊന്ന് കടപ്പുറത്ത് പോവല്ലേ. ഈ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടത് തീരെ ചെയ്യാതിരിക്കുമ്പോ ഈ മതം എന്ന് പറഞ്ഞാൽ അവർ ഉണങ്ങിയതാണ്. എന്നാ പിന്നെ നമുക്ക് പോവാൻ പറഞ്ഞാൽ അങ്ങനെയാണ് പലപ്പോഴും പല ആളുകൾക്കും അബദ്ധങ്ങൾ പറ്റാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാരെ ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വാഹനം ഒരുക്കി, ഭാര്യമാർക്ക് വാഹനം ഒരുക്കി, അവർക്ക് പുതിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച പരിധി ലംഘിക്കാൻ പാടില്ല. എന്നാൽ ചിലർ പെരുന്നാളോടുകൂടി അവരിങ്ങനെ പള്ളിന്റെ പുറത്തോട്ട് പോകും. ഞാനേ റമദാൻ മാസത്ത് കയറിയ പള്ളിയായിരുന്നു ഇത്, റമദാൻ മാസത്തിൽ ഞാൻ കയറിയ പള്ളി, ഇപ്പൊ യാതൊരു ബന്ധവുമില്ല, അങ്ങനെയുള്ള അകൽച്ച പാടില്ല. ഈ പള്ളി ഏത് പള്ളിയും അവിടെ റമദാൻ കഴിഞ്ഞാലും ബാങ്ക് കൊടുക്കും, അവിടെ റമദാൻ കഴിഞ്ഞാലും സുബഹിയും അസറും ദുഹറും ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ ഉണ്ടാകണം. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ സ്ഥിരമാക്കുന്നതാണ്. കുറച്ചാണ്. അപ്പോൾ തുടർച്ചയാകണം നമ്മുടെ ആഗ്രഹം. ചില സ്ഥലത്ത് നിന്ന് റമദാൻ അങ്ങോട്ട് വിട പറയാം, റമദാൻ അങ്ങോട്ട് യാത്ര അയച്ച് കരയാണ്. യാത്ര അയക്കണ്ട, റമദാൻ ആരും യാത്ര അയക്കണ്ട, റമദാൻ ഇവിടെ തന്നെ നിൽക്കണം. 6 നോമ്പുണ്ടല്ലോ, നോമ്പ് കഴിഞ്ഞോ, ഇതിനെ വിഷമിക്കുന്നത് 6 നോമ്പില്ലേ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നോമ്പില്ല, വ്യാഴാഴ്ച നോമ്പില്ല, എല്ലാ മാസവും 13, 14, 15 ഇല്ലേ, ഇഷ്ടംപോലെ നോമ്പുകളുണ്ട്. അതുകൊണ്ട് ആ നോമ്പിന്റെ അന്തരീക്ഷം ഈ ഒരു മാസം ഈ പച്ച വെയിലില് 29, 30 നോമ്പിനൊക്കെ നമുക്കെന്താ ഒരു സുന്നത്ത് നോമ്പ് ആഴ്ചയിലെടുക്കാൻ പ്രയാസം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ആ തുടർച്ച നമ്മുടെ ആഗ്രഹമായിരിക്കണം. അതുകൊണ്ട് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുക. പെരുന്നാളിന് മദ്യപിക്കുന്നവന് ഇസ്ലാമും മനസ്സിലായിട്ടില്ല, പെരുന്നാൾ മനസ്സിലായിട്ടില്ല. പെരുന്നാളായാൽ മൊബൈലൊക്കെ അങ്ങോട്ട് മാറ്റി, ഇതുവരെ ദിക്റും ദുആയും ഇസ്ലാം നേരെ മാറ്റി മ്യൂസിക് തന്നെ തിരിച്ചു വന്നു. റമദാൻ അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയൊക്കെ എല്ലാ ഡിവൈസും മാറി. എന്താരെയായി പറ്റിക്കുന്നത്? ഇത് സീസണൽ തെക്കുവയാണോ ഇത്? റമദാൻ വന്ന് തെക്കുവന്റെ മാസം, ശവ്വാൽ തെക്കുവല്ലാത്ത മാസം, അങ്ങനെയാണോ? അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ കളിക്കരുത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ധാരാളം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ജുമഅക്ക് ശേഷം മറ്റു ചില കാര്യങ്ങൾ പറയാം.